മതി, നിങ്ങൾ ഈ ചെയ്ത ഈ ഒരൊറ്റ മിസ്റ്റേക്ക് മതി. ഇനി നിങ്ങൾക്ക് നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റില്ല, വീട്ടുകാരെ ഫേസ് ചെയ്യാനായിട്ട് പറ്റില്ല, കുടുംബക്കാരുടെ മുഖത്ത് നോക്കാനായിട്ട് പറ്റില്ല. വീടാണെങ്കിൽ കടക്കെണിയിലാണ്. നിങ്ങൾ കടം കയറി കട അടയ്ക്കാൻ പറ്റാത്ത രീതിക്കുള്ള ലെവലിൽ എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് സൂയിസൈഡ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ആമസോണിൽ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് എന്ന ഒരൊറ്റ സെൻറ്റൻസ് കണ്ടിട്ട് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുഭവിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. എങ്ങനെയാണെന്ന് വിശദമായിട്ട് പ്രൂഫോട് കൂടി പറഞ്ഞുതരാം. ഈ വീഡിയോ പ്രത്യേകമായിട്ട് വാട്സാപ്പിലൂടെ ഫോർവേഡ് മെസ്സേജുകൾ അയക്കുന്ന അമ്മാവന്മാർക്ക് പ്രധാനമായിട്ടും ഒരു ബോധവുമില്ലാതെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ദയവ് ചെയ്ത് കണ്ടിരിക്കണം. ഇത്തരത്തിൽ മറ്റുള്ളവരെ നിങ്ങൾ ഒരേ ട്രാപ്പിലേക്ക് വീഴ്ത്തരുത്. വാട്സാപ്പിലൂടെ ഫോർവേഡ് മെസ്സേജുകൾ വഴി ലിങ്ക് അയക്കുന്നവർ മാത്രമല്ല, നിങ്ങളുടെ ഫോണിൽ ക്രാക്കഡ് ആയിട്ട് അല്ലെങ്കിൽ മോഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ചെന്ന് പെടും. റീസെൻ്റായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളായിട്ട് അറിയിക്കാനുള്ളത്. എനിക്കിത് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഷെയർ ചെയ്ത് തന്ന വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. സംഭവിച്ച ഇതാണ്, ഒരു പെൺകുട്ടി സാധാരണമായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന പോലെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നതാണ്. ഈ ആൻഡ്രോയിഡ് ഫോണിൽ പല ക്രാക്കായിട്ടുള്ള ആപ്ലിക്കേഷൻസ്, മോഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, എന്തിന് യൂട്യൂബിൽ അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാതെ കാണാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഗെയിമുകളിൽ കുറേ കോയിൻസ് ഒക്കെ കിട്ടുന്ന പോലത്തെ ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ പൈസ കൊടുത്ത് കിട്ടേണ്ട സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് തരുന്ന മോഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഗെയിംസ്, ആപ്സ് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെയായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും നിസ്സാരമായിട്ടുള്ള ചില്ലറ ലാഭിക്കാനായിട്ട്. പക്ഷേ ഇവിടെയാണ് വളരെ വലിയൊരു ആപത്ത് ഒളിഞ്ഞു കിടന്നത്. ഇതറിഞ്ഞില്ല. നിങ്ങൾക്കറിയാലോ, നോർമലി ഓണം, വിഷു, ഈസ്റ്റർ, ഈദ്, ന്യൂ ഇയർ ഇതൊക്കെ വരുന്ന സമയത്ത് പല ആൾക്കാരും വിഷുകൾ അയക്കാറുണ്ട്. പക്ഷേ ഈ വിഷുകൾ അയക്കുന്നത് മാത്രമല്ല, ചില ലിങ്കുകൾ വഴി നമ്മൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വിഷുകൾ ജനറേറ്റ് ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോർവേഡ് മെസ്സേജ് ആയിട്ട് ആമസോണിൽ ഇത്ര രൂപയുടെ വൗച്ചർ നടക്കുന്നുണ്ട്, ഇത്ര സെയിലിന് കിട്ടുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിൽ ഇത് കുറവാണ്, അങ്ങനെയൊക്കെ മെസ്സേജുകൾ ലിങ്ക് വഴിയും വന്നിട്ടുണ്ടാവും. ഈ പെൺകുട്ടി ചെയ്തതെന്ന് വെച്ചാൽ ഈസ്റ്ററിന് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വിഷ് അയക്കാനായിട്ട് ഇതേപോലെ ഗ്രൂപ്പിൽ വന്ന് ഒരു ലിങ്കിൽ കയറി ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു വെബ്സൈറ്റിൽ പോയി. ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾക്ക് ആരുടെ പേരിലാണോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വിഷ് വേണ്ടത് അവിടെ പേരടിച്ചു കൊടുത്താൽ മതി. അതേപോലെ പേരടിച്ചു കൊടുത്ത് വിഷ് ചെയ്യാനുള്ളൊരു ലിങ്ക് ജനറേറ്റ് ചെയ്തു. ഈ ഒരൊറ്റ മിസ്റ്റേക്കാണ് ആ ഒരു കുട്ടി ചെയ്തത്. ഈ വിഷ് അയച്ചു കൊടുത്തപ്പോൾ ആ കിട്ടിയ ആൾ ലിങ്ക് ക്ലിക്ക് ചെയ്തു, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വിഷ് കണ്ടു, വളരെയധികം ഹാപ്പിയായി. പക്ഷേ അവിടെയാണ് നമ്മുടെ ചെയിനിൻ്റെ അടുത്ത ലിങ്ക് ഓപ്പൺ ആയത്. ഈ സംഭവം നടന്ന് ഏകദേശം മാസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിയുടെ എല്ലാ കോൺടാക്റ്റുകളിലും, അതായത് വീട്ടുകാർ, ഫ്രണ്ട്സ്, കുടുംബക്കാർ എല്ലാവരെയും കോൺടാക്റ്റിലേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട് വാട്സപ്പിൽ. ആ ഒരു മെസ്സേജിൽ ഈ കുട്ടിയുടെ ആധാർ കാർഡ് കൊടുത്തിട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, ഈ കുട്ടി ഒരു ഫ്രോഡാണ്, കുറേ അധികം ബാങ്കിങ് ലോൺ ആപ്ലിക്കേഷൻസിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാതെ പോയിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ ഒരു കുട്ടീനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്ത് അവരോട് പണം തിരികെ അടയ്ക്കാനായിട്ട് പറയൂ, അർജൻറ്റാണ് എന്ന് പറഞ്ഞ സകല ഡീറ്റെയിൽസും മറ്റുള്ളവർക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടി ചെയ്തത് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ജനറേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. പക്ഷേ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ആ കുട്ടിയുടെ ഫോണിലേക്ക് എന്തോ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ആൻഡ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആ കുട്ടിയുടെ ഡേറ്റയെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. പ്രത്യേകിച്ചും കോൺടാക്റ്റുകളുടെ ലിസ്റ്റും അതുപോലെ തന്നെ കുറേയധികം സ്റ്റോർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അപ്ലോഡായി പോയിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ ഹാക്കർമാർക്ക് വളരെയധികം എളുപ്പമാക്കാനായിട്ട് ആ ഒരു ഫോണിലുണ്ടായ മോഡഡ് ആപ്ലിക്കേഷൻസ്, അഡ്വർടൈസ്മെൻറ്റ്സ് ഇല്ലാതെ സീരിയൽ കാണാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ സ്പോർട്സ് ഒക്കെ നമുക്ക് ലൈവ് സ്പോർട്സ് ഒക്കെ കാണാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു കാര്യമൊക്കെ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് സകല ഡാറ്റയും പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത് ഫോണിൽ നിന്നും ലീക്ക് ആയിട്ടുണ്ട്. ടോട്ടലി ആ ഒരു ഫോൺ ഹാക്ക്ഡ് ആയിരുന്നു, ആ കുട്ടി പോലും അറിയാണ്ട്. എനിക്ക് ഈ പ്രശ്നം സംഭവിച്ച കുട്ടി ആരാണെന്നോ ആ കുട്ടിയുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബറാണ്, ആ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഫ്രണ്ടാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം സംഭവിച്ചു. അതിനുശേഷം സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പരാതിക്ക് ശേഷം എന്ത് സംഭവിച്ചതെന്നറിയില്ല. പക്ഷേ ഇത് വളരെ വലിയ സ്കെയിലിൽ നടക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു കാര്യം സ്പ്രെഡ് ആവാൻ കാരണം വാട്സപ്പിലൂടെ ലിങ്കുകൾ ഫോർവേഡ് ചെയ്യുന്ന അമ്മാവന്മാരും അമ്മായിമാരും അങ്ങനെ ബ്ലൈൻഡായിട്ട് ഒരു ബന്ധമില്ലാതെ അയക്കുന്നവരുണ്ടല്ലോ, അവർ കാരണം കുടുങ്ങുന്നത് ഇത്തരത്തിലുള്ള സാധാരണക്കാരെ, കുറേ ആൾക്കാർ, കുറേ കുട്ടികൾ കുടുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തേത്, മോഡഡ് അല്ലെങ്കിൽ ക്രാക്ഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന കുട്ടികളെ
നിങ്ങൾ ദയവേദി ഒരു കാര്യം ചെയ്യല്ലേ. നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാനായിട്ടുള്ളൊരു രൂപ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റും ആ സമയത്ത് യൂസ് ചെയ്താൽ മതി. കാരണം നമ്മളെല്ലാവരുടെയും ലൈഫ് റിവോൾവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഒറ്റ മൊബൈൽ ഫോണിൻ്റെ അകത്താണ്. സോ ആ ഒരു മൊബൈൽ ഫോണിൻ്റെ അകത്തുനിന്ന് നിങ്ങളുടെ ഡേറ്റാസൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് പല വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്ത് പല ലോണുകളും എടുക്കാം. ഈ ലോണുകൾ എന്ന് പറയുമ്പോൾ ബാങ്ക് ലോണുകളല്ല, തേർഡ് പാർട്ടി ആയിട്ട് ഈ ഒരു കൊള്ളപ്പലിശയ്ക്ക് കൊടുക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചുമ്മാ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2000 രൂപ ലോണായിട്ട് തരാം, 3000 രൂപ ലോണായിട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ ആപ്ലിക്കേഷൻസ്, ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കേണ്ട, അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട്. സോ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെയോ അതിൻ്റെ ഇതിൻ്റെ കോപ്പിയും SMS OTP ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ നിങ്ങളുടെ പേരിൽ ലോൺ എടുക്കും. അവസാനം പെടാൻ പോകുന്നത് നിങ്ങളാണ്. ആൻഡ് മേ ബി ലോൺ എടുത്തിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ ഫോണിൻ്റെ സകല ആക്സസും ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊന്നും തന്നെ ഡിനൈ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ എപ്പോൾ ഡിനൈ ചെയ്യുന്നു അപ്പം നിങ്ങളുടെ ഡേറ്റേഴ്സൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കും. ആൻഡ് അവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവസാനം നമ്മൾ തന്നെ വിചാരിക്കും ഇനി എനിക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമില്ല. ആൻഡ് ഫൈനലി വളരെ വീക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ സൂയിസൈഡ് വരെയും ചിന്തിച്ചു പോകുന്നുണ്ട്. സോ നെക്സ്റ്റ് ടൈം ഇതേപോലെ വാട്സാപ്പിൽ നിങ്ങൾക്ക് വിശ്വസിക്കാത്ത അത്രയും ഓഫർ തരുന്ന രീതിയിലുള്ള ലിങ്കുകളോ അല്ലെങ്കിൽ വിഷസ് ജനറേറ്റ് ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കൂ നിങ്ങളുടെ സ്ക്രീനിൽ പടക്കം പൊട്ടുന്ന പോലെ വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഡിലീറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക. വിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഹാപ്പി ന്യൂ ഇയർ ആണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ ടൈപ്പ് ചെയ്ത് വിഷ് ചെയ്യുക, അല്ലാണ്ട് ഇത്തരത്തിൽ നിങ്ങൾ വിഷ് ചെയ്യല്ലേ. ആൻഡ് ഓൾസോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് VIP പ്രിവിലേജസ് ഒക്കെ കിട്ടുന്ന പോലത്തെ ആപ്ലിക്കേഷൻസിൻ്റെ APK ഫയൽസ് പ്രത്യേകമായിട്ടും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യരുത് എന്ന് മാത്രം. സോ ഈ ഒറ്റ കാര്യത്തിൽ മാത്രം എനിക്ക് കണ്ണും പൂട്ടി ഒരു കാര്യം പറയാനായിട്ട് പറ്റും. അതായത് കുട്ടികൾക്ക്, പ്രത്യേകിച്ചും ടീനേജേഴ്സിന് സ്മാർട്ട് ഫോൺ കൊടുക്കുന്ന സമയത്ത് ഐഫോൺസ് കൊടുക്കുക. ഇറ്റ്സ് എ ലോട്ട് സേഫർ ദാൻ ആൻഡ്രോയിഡ്. ഐഫോണാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ APK ഫയലുകൾ വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റില്ല. മോഡഡ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള തലക്കരുത്ത് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷൻ സൈഡ് ലോഡ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് പല ആപ്ലിക്കേഷൻസിൻ്റെ പല സാധനങ്ങളുടെയും സാങ്കേതികമായിട്ടുള്ള വിവരങ്ങളും വേണം. അതുപോലെ ഐഫോണിൽ നിങ്ങൾക്ക് ഓരോരോ ആപ്ലിക്കേഷൻസിന് ഓരോരോ സെപ്പറേറ്റ് സ്റ്റോറേജ് സ്പേസുകളാണ്. അതുകൊണ്ട് സ്റ്റോറേജ് ആക്സസ് കിട്ടിയാൽ പോലും നിങ്ങളുടെ സകല ഫയലുകളൊന്നും ആ ഒരു ഫയൽ സിസ്റ്റത്തിൽ ആക്സസ് കിട്ടില്ല. പക്ഷേ എല്ലാവർക്കും ഐഫോൺസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെ പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം.